Hi friends, welcome back to our channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഹോംമെയ്ഡ് ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ആ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം ഡൈ ചെയ്യുകയാണെങ്കിൽ കുറേ കാലത്തേക്ക് ഒരു 2 മാസത്തിൽ കൂടുതൽ ഈ ഒരു ഡൈ പിന്നെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. അത്ര എഫക്റ്റീവായിട്ട് നല്ല നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലാണ് ഇന്നത്തെ നമ്മുടെ ഡൈ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ഹെയർ ഡൈ തയ്യാറാക്കാനായി ആദ്യം നമുക്കൊരു കട്ടൻ ചായ തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് 1 ഗ്ലാസ് വെള്ളം വെച്ച് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം തേയിലപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം കാപ്പിപ്പൊടിയും ഇട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഞാനിവിടെ ഒരു 5 മിനിറ്റോളം തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നല്ലതുപോലെ ആ തേയിലയുടെയും കാപ്പിയുടെയും ഒക്കെ സത്ത് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് നമ്മൾ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഈ ഒരു വെള്ളം തണുക്കാനായിട്ട് വെക്കാം. ഈ വെള്ളം തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഡൈക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി സാധനങ്ങളൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് ഡൈ തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത് കുറച്ച് കറ്റാർവാഴയാണ് കേട്ടോ. ഞാനിവിടെ 2 പോള കറ്റാർവാഴ എടുത്തിട്ടുണ്ട്. ചെറുതായതുകൊണ്ടാണ് 2 പോള എടുത്തത്. വലിയ കറ്റാർവാഴയാണെങ്കിൽ 1 മതിയാവും. ഇതിൻ്റെ 2 സൈഡും ഇതുപോലെ ആ ഒരു മുള്ളിൻ്റെ ഭാഗം ഉണ്ടല്ലോ അത് ചെത്തിക്കളഞ്ഞിട്ട് ഇതിനുള്ളിലുള്ള ആ ജെല്ല് മാത്രം നമുക്കൊന്ന് എടുക്കണം. ഈ ഒരു ഹെയർ ഡൈ ഉണ്ടല്ലോ നമുക്ക് മുടി കറുപ്പിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ മുടി നല്ലതുപോലെ വളരാനും സഹായിക്കുന്ന ഒന്നാണ്. കാരണം അത്ര നാച്ചുറലായിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഈ ഒരു ഡൈ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ കറ്റാർവാഴയുടെ ജെല്ലെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 കൈ കറിവേപ്പിലയാണ്. നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പിലയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതല്ല ഇനി നമ്മൾ കടയിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണേ. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കട്ടൻ ചായ ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്ക് മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ നല്ലതുപോലെ അരച്ച് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കരുത് കേട്ടോ. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കട്ടൻ ചായ മാത്രം ഒഴിച്ചാണ് അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ എപ്പോഴും ഹെയർ ഓയിലായാലും അതുപോലെ തന്നെ ഡൈ ആയാലും തയ്യാറാക്കുന്ന സമയത്ത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഹെന്ന പൗഡറാണ്. നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഹെന്ന പൗഡർ തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ ഡേറ്റ് ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണേ. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മുടിയുടെ ഉള്ളിനും അതുപോലെ തന്നെ നീളത്തിനും അനുസരിച്ച് ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കാം. ഹെന്ന പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് മൈലാഞ്ചി ഇല ഉണക്കി പൊടിച്ചെടുത്ത് അത് ഉപയോഗിച്ചാലും മതി. ഇപ്പം നമ്മൾ ഹെന്ന പൗഡറും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ ഒരു നൈറ്റ് ഫുള്ളായിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പം മാത്രമാണ് നല്ലതുപോലെ സെറ്റായിട്ട് ഒരു ബ്ലാക്ക് കളർ ഡൈ ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും ഇങ്ങനെ വെക്കണം കേട്ടോ. അതിനുശേഷം മാത്രമേ നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവൂ. ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഒരു രാത്രി മൊത്തം വെച്ചിട്ട് എടുത്ത ഹെയർ ഡൈ ആണിത്. നല്ലപോലെ ബ്ലാക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ മുടിയിൽ ഇത് അപ്ലൈ ചെയ്യുമ്പം മുടിയിൽ എണ്ണമെഴുക്കുണ്ടാകാനായിട്ട് പാടില്ല. നല്ലതുപോലെ ഷാമ്പു ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ മാത്രമാണ് ഈ ഒരു ഡൈ നമ്മുടെ മുടിയിൽ പിടിക്കുകയുള്ളൂ. ഇത് അപ്ലൈ ചെയ്തിട്ട് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ കട്ടൻ ചായ ഉണ്ടല്ലോ അതിൻ്റെ ബാക്കി ഉപയോഗിച്ചിട്ട് വേണം മുടി കഴുകിയെടുക്കാനായിട്ട്. ഒരിക്കലും ഹെന്ന അപ്ലൈ ചെയ്തതിന് ശേഷം ഷാമ്പു ചെയ്യരുത്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഒറ്റ യൂസിൽ തന്നെ നിങ്ങളുടെ മുടി നല്ലതുപോലെ കറുത്ത് കിട്ടും. അതുമാത്രമല്ല കറുത്ത മുടി ഏകദേശം ഒരു 2 മാസത്തിലേറെ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് കഴിയും. പലപ്പോഴും നമ്മൾ വീട്ടിൽ ഡൈ ചെയ്യുന്ന സമയത്ത് കറക്റ്റായ രീതിയിലല്ല അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിച്ച ഒരു ഫലം കിട്ടാത്തത്. ഇപ്പോൾ എന്താ ഞാൻ ആ ഒരു ഡൈ മുടിയിൽ മൊത്തത്തിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഉള്ളിലുള്ള മുടിയിലേക്കും എത്താനായിട്ട് ഞാനൊരു കോമ്പ് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ചീപ്പി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വൈറ്റ് ഹെയറും നല്ലതുപോലെ ബ്രൗൺ കളറിലായിട്ട് കിട്ടും.
നല്ലതുപോലെ ചീപ്പിയെടുത്തതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് ഷാമ്പു ഒന്നും യൂസ് ചെയ്യാണ്ട് നമ്മുടെ തേയിലവെള്ളം ഉപയോഗിച്ച് നമുക്ക് നല്ലതുപോലെ മുടി ഒന്ന് കഴുകിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ മുടി കഴുകിയതിന് ശേഷമുള്ള റിസൾട്ടാണ്. വെള്ള കളറിലുള്ള മുടിയൊക്കെ ബ്രൗൺ കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഈ വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല, കാരണം വളരെ കുറച്ച് നര മാത്രമായിരുന്നു ഹസ്ബൻഡിൻ്റെ തലയിലുള്ളത്. അപ്പോൾ അത്രത്തോളം ക്ലിയർ ആവാൻ ചാൻസ് ഇല്ല. ഒരുപാട് നരച്ച മുടിയാണെങ്കിൽ കുറച്ചും കൂടെ ക്ലിയർ ആയേണേ. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് നീലാമരിയുടെ പൊടിയാണ്. ഇൻഡിഗോ പൗഡർ ഉണ്ടല്ലോ, അത് ഞാനിവിടെ ഏകദേശം 1 ടേബിൾ സ്പൂണോളം എടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത് ഇളം ചൂടുവെള്ളത്തിലാണ്. എപ്പോഴും നമ്മൾ നീലാമരിയുടെ പൊടി ഇളം ചൂടുവെള്ളത്തിൽ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരിക്കലും നമ്മൾ ഹെയർ ഡൈ ചെയ്യുന്ന സമയത്ത് ഹെന്ന പൗഡറും നീലാമരിയുടെ പൊടിയും ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് തലയിലേക്ക് തേക്കരുത്. ഹെന്ന പൗഡർ ആദ്യം അപ്ലൈ ചെയ്ത് നമ്മുടെ മുടി ഒരു ബ്രൗൺ കളർ ആയതിനു ശേഷം മാത്രം ഇൻഡിഗോ പൗഡർ തേക്കണം. അപ്പോൾ മാത്രമാണ് ആ ഒരു ഇൻഡിഗോ പൗഡർ നമ്മുടെ മുടിയിൽ പിടിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ നീലാമരിയുടെ പൊടി ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ എയർ ടൈറ്റ് ആക്കി സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കണം. ഇല്ല എങ്കിൽ അടുത്ത പ്രാവശ്യം ഉപയോഗിക്കുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം കിട്ടുകയില്ല. മാത്രമല്ല നമ്മൾ വാങ്ങുമ്പം നല്ല ബ്രാൻഡിൻ്റെ നീലാമരി പൊടി നോക്കി വാങ്ങാനായിട്ട് ശ്രമിക്കണം. എന്നാൽ മാത്രമാണ് നല്ല പോലെ നമ്മുടെ മുടിക്ക് ഒരു കറുപ്പ് കളർ കിട്ടുകയുള്ളൂ. ഇപ്പം ഞാനിവിടെ നീലാമരിയുടെ പൊടി ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നേരത്തെ ഹെന്ന ചെയ്ത് ബ്രൗൺ കളറായിരിക്കുന്ന ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്ത് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുടി വാഷ് ചെയ്തെടുക്കാം. മുടി കഴുകാനായിട്ട് ഷാമ്പു യൂസ് ചെയ്യരുത് കേട്ടോ. ഒന്നുകിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കിയതുപോലെ കുറച്ച് കട്ടൻ ചായ തയ്യാറാക്കി അതിൽ മുടി കഴുകിയെടുക്കുക. അതില്ലാന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് മുടി കഴുകിയെടുത്താലും മതി. നീലാമരിയുടെ പൊടി നമ്മൾ മിക്സ് ചെയ്തത് തലയിലേക്ക് തേക്കുമ്പം ഒരു ബ്രഷ് യൂസ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലൊക്കെ നല്ലതുപോലെ ബ്ലാക്ക് കളർ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കാത്തൊരു ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നീലാമരിയും കൂടി അപ്ലൈ ചെയ്തിട്ട് 1-2 ദിവസം കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഷാമ്പു ഉപയോഗിച്ച് നല്ലതുപോലെ മുടി ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ ഡൈ ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ നമ്മുടെ മുടി കറുത്ത് കിട്ടും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ ഒരു രീതിയിൽ ഹെയർ ഡൈ അപ്ലൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് ഫീഡ്ബാക്കായിട്ട് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണം. അപ്പോൾ മാത്രമാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇതാണ് കേട്ടോ നീലാമരിയുടെ പാക്ക് കൂടി അപ്ലൈ ചെയ്തതിന് ശേഷം മുടി വാഷ് ചെയ്തിട്ടുള്ള ഒരു റിസൾട്ട്. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടല്ലോ. ഇനി ഒരു അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.